Hi guys, welcome back to theatomicliterature, and I hope you all are doing good and fine. And today, in this episode, we are going to discuss about the very famous essay, "The Nature of the Linguistic Science," written by the famous Swiss linguist named Ferdinand de Saussure. And before moving on to the essay, as we all know who Ferdinand de Saussure is, he is a Swiss linguist and a semiotician. ആൻഡ് അദ്ദേഹമാണ് സ്ട്രക്ചറലിസം അല്ലെ മോഡേൺ ലിംഗ്വിസ്റ്റിക്സിനൊരു വളരെ ഒരു ഹി ലെയ്ഡ് ദ ഗ്രാൻഡ് വർക്ക്. അതായത് സ്ട്രക്ചറലിസത്തിനും മോഡേൺ ലിംഗ്വിസ്റ്റിക്സിനും ഒക്കെ വേണ്ടിയുള്ള ഹി വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഹി വാസ് വൺ ഓഫ് ദി മാൻ ഹു ഹാഡ് കോൺട്രിബ്യൂട്ടഡ് ഹിസ് ബെസ്റ്റ് ടു ദിസ് ഫീൽഡ്. പിന്നെ മോഡേൺ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നതും ഫെർഡിനാൻഡ് ഡി സൊഷറിനെയാണ്. പിന്നെ ഓൾസോ ഹിസ് ഐഡിയാസ് ലെയ്ഡ് ഫൗണ്ടേഷൻ ഫോർ ദി സൈൻ ലാംഗ്വേജ്, ആൻഡ് വി ആർ വെരി ഫെമിലിയർ വിത്ത് ദാറ്റ്. And the father, he is also known as the father of semiotics, and one of the major founders of semiology. So this is all a basic, basic points regarding this Swiss linguist Ferdinand de Saussure. And here essay in the it is included in his masterpiece book, the course de linguistic general, അല്ലെങ്കിൽ course in general linguistics എന്ന് പറയുന്ന അത് 1916 അത് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ബുക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ബുക്ക്, ബിക്കോസ് അതിലാണ് ഇദ്ദേഹത്തിന് എല്ലാ തിയറീസും കോൺസെപ്റ്റ്സും ഒക്കെ ഉള്ളത്. ശരിക്കും ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മരണശേഷം പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഒരു ബുക്കാണ് ദ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഹി വാസ് വർക്കിംഗ് ആസ് എ പ്രൊഫസർ ഓർ ലെക്ചറർ ഇൻ ദ ജനീവ യൂണിവേഴ്സിറ്റി. അപ്പോൾ അവിടെ കൊടുത്തിരുന്ന പല ലെക്ചേഴ്സും അവിടുത്തെ കുട്ടികൾ അത് നോട്ട്സ് ആക്കിയെടുത്ത്, ആൻഡ് ഇറ്റ് വാസ് ദേ ഹു പബ്ലിഷ് ദിസ്. അദ്ദേഹം 1906 തൊട്ട് 1912 വരെ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ഈ ഒരു പർട്ടിക്കുലറായിട്ട് പറഞ്ഞിരുന്ന ലെക്ചേഴ്സ് എല്ലാമാണ് ഈ സ്റ്റുഡൻസ് അദ്ദേഹത്തിന് മരണശേഷം പോസ്റ്റ്മസ്ലി പബ്ലിഷ് ചെയ്യുന്നൊരു ബുക്കാണ് ദ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ സോഷ്യൽ ഈ ഒരു വർക്കിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഹി എക്സാമിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സ്പീച്ച് ആൻഡ് ദി ഇവാലുവേഷൻ ഓഫ് ലാംഗ്വേജ്. ഒരു സ്പീച്ചും ഒരു ലാംഗ്വേജിൻ്റെ ഇവാലുവേഷനൊക്കെയാണ് പുള്ളി കൂടുതൽ, ആ റിലേഷൻഷിപ്പിനാണ് പുള്ളി കൂടുതൽ എന്ത് ചെയ്തിരുന്നത്, എക്സാമിൻ ചെയ്തിരുന്നത്. ആൻഡ് ത്രൂ ഹിസ് എസ്സേ ഹി ഇൻവെസ്റ്റിഗേറ്റ്സ് ലാംഗ്വേജ് ആസ് എ സ്ട്രക്ചേർഡ് സിസ്റ്റം ഓഫ് സയൻസ്. നമുക്കറിയാം സയൻസ് സിഗ്നിഫൈഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് എ കോൺട്രിബ്യൂഷൻ ഓഫ് സോഷ്യർ. അപ്പോൾ സയൻസ് സിഗ്നിഫൈഡ് അല്ലെങ്കിൽ ലാംഗ്വേജ് ആസ് എ സിസ്റ്റം ഓഫ് സയൻസ് എന്ന് കണ്ടത് ഇറ്റ് ഈസ് ദ ഫെർഡിനാൻഡ് ഡി സോഷ്യർ. And he talked about science, signified and signified, and thus laid the foundation for semiotics. So, ഞാൻ ഓൾറെഡി പറഞ്ഞു ഫെർഡിനാൻഡ് ഡി സോഷ്യറാണ് സെമിയോട്ടിക്സിൻ്റെ ഒരു സ്ട്രക്ചർ ലേ ഡൗൺ ചെയ്തതാണ്, അല്ലെങ്കിൽ സെമിയോളജിയുടെ ഒരു ഫൗണ്ടർ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. ആ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ സെമിയോട്ടിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് സയൻസ് ആൻഡ് സിമ്പിൾസ് ആൻഡ് ദ യൂസ് ഓഫ് ഇൻ്റർപ്രിറ്റേഷൻ. സയൻസിനെയും സിമ്പിൾസിനെയും എന്തിനൊക്കെ ഉപയോഗിക്കുന്നു ആൻഡ് ഹൗ ഇറ്റ് ഈസ് ബീങ് ഇൻ്റർപ്രറ്റഡ്. ഓരോ സൈനും നമുക്കറിയാം there are different messages or meanings that has to be conveyed, or that meaning that it carries, or to convey certain meanings നമ്മൾ certain symbols യൂസ് ചെയ്യും. അപ്പോൾ അതിനാണ് ഈ സയൻസ് എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് സെമിയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ദി സയൻസ് ആൻഡ് ദിസ് സിമ്പിൾസ് ആൻഡ് ഹൗ ദേ ആർ ഇൻ്റർപ്രിറ്റഡ്. അതാണ് ഈ ഒരു സെമിയോട്ടിക്സ് എന്ന് പറയുന്നത്. സോ ശരിക്കും ഫെർഡിനാൻഡ് ഡി സോഷ്യറാണ് ഈ ഒരു സൈൻ പിന്നെ സിഗ്നിഫയർ എന്നൊക്കെയുള്ള കാര്യത്തിന് ഒരു വളരെ റെലവൻ്റ് ആയിട്ടുള്ള വളരെ ഒരു predominant ആയിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുന്നത്. സോ ഇൻ ദിസ് പേപ്പർ ഓൾസോ, ഇൻ ദിസ് എസ്സേ ഓൾസോ നമുക്ക് മനസ്സിലാവുന്നത് ഇറ്റ് ഈസ് എ നേച്ചർ ഓഫ് ദിസ് ലിംഗ്വിസ്റ്റിക് സൈൻ. ഓക്കെ, നമുക്കപ്പോൾ ഇനി ഇൻട്രൊഡക്ഷനിലേക്ക് ഒന്ന് പോയി നോക്കാം അബൌട്ട് ദിസ് എസ്സേ. അപ്പോൾ ചില ആളുകൾ പറയുന്നതെന്ന് വെച്ചാൽ ലാംഗ്വേജ് എന്നാൽ വളരെ ഒരു സിമ്പിൾ നെയിമിങ് പ്രോസസ്സാണെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു ലാംഗ്വേജ് when language is broken into the constituted elements, the basic unit എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ലാംഗ്വേജ് നമ്മളിങ്ങനെ ബ്രേക്ക് ചെയ്തെടുക്കുകയാണ്. നമുക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രോസസ് നമുക്ക് കിട്ടുന്നത് ആർ ദി മിയർ വേർഡ്സ്, വാക്കുകളാണ് നമുക്ക് ലാംഗ്വേജ് നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് അല്ലെ കിട്ടുന്നത്. ആൻഡ് ഫ്രം ദിസ് വി ക്യാൻ സേ ദാറ്റ് ദ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ നെയിമിങ് പ്രോസസ് എന്നാണ് പറയുന്നത്. സം പീപ്പിൾ റിഗാർഡ് ഇറ്റ് ആസ്, ബട്ട് ദിസ് കൈൻഡ് ഓഫ് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരുപാട് ക്രിറ്റിസിസത്തിന് റീസണായി. അതായത് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നെയിമിങ് പ്രോസസ്സാണ് പറയുന്ന ഒരു കൈൻഡ് ഓഫ് അപ്രോച്ച് വാസ് paid away for a large amount of criticism. So because it lets us to assume that ഇങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ്, അതായത് ലാംഗ്വേജ് ഒരു നെയിമിങ് പ്രോസസ്സാണ് എന്ന് പറയുന്നതിലൂടെ നമുക്ക് പല അസംഷൻസ് കൊണ്ടുവരാൻ തുടങ്ങി. അതായത് പല റെഡിമെയ്ഡ് ഐഡിയാസും ലാംഗ്വേജ് ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ പല റെഡിമെയ്ഡ് ഐഡിയാസും എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. റെഡിമെയ്ഡ് ഐഡിയാസ് എന്ന് പറയുമ്പോൾ എന്താണ്, ലാംഗ്വേജിന് മുന്നേ
ഐഡിയാസ് എല്ലാം എക്സിസ്റ്റ് ചെയ്തിരുന്നു വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് സൈൻ, സിഗ്നിഫയർ ഓർ സിഗ്നിഫൈഡ്. അപ്പം വി കനോട്ട് അക്സെപ്റ്റ് ദിസ് ആസ് വി കനോട്ട് സേ ദാറ്റ് ദ ലാംഗ്വേജ് ഐഡിയ എക്സിസ്റ്റഡ് ബിഫോർ. നമുക്കപ്പോൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ലാംഗ്വേജിന് മുന്നേ ഐഡിയാസ് എക്സിസ്റ്റ് ചെയ്തിരുന്നെന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് വി ക്യാൻ ഈസിലി അക്സെപ്റ്റ്. കാരണം എന്ത് ഐഡിയ കൺവേ ചെയ്യണമെങ്കിൽ ദർ നീഡ്സ് ടു ബി എ ലാംഗ്വേജ്, റൈറ്റ്? അപ്പോൾ ലാംഗ്വേജിന് മുന്നേ ഐഡിയ എക്സിസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മീനിങ് ഉണ്ടാവും, ഇറ്റ് വോണ്ട് വർക്ക് എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഡിസഗ്രിമെൻറ്റ് കാണും, അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റ് കാണും. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ടെൽ us whether a name is psychological or vocal. അപ്പം ഇതൊക്കെ നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു നെയിമിംഗ് പ്രോസസ് എന്നുള്ള അപ്രോച്ച് നമുക്ക് പൂർണ്ണമായി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസണാണ്. So however, with the particular naive approach of language, we get near the truth that the linguistic unit is a double entity. അപ്പോൾ ലിംഗ്വിസ്റ്റിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പം നമുക്ക് ഈ ഇത്രയും പറഞ്ഞത് തന്നെ മനസ്സിലാവുന്നത് ലിംഗ്വിസ്റ്റിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഡബിൾ എൻറ്റിറ്റിയാണ്. അത് രണ്ട് കാര്യത്തിൻ്റെ ഫോർമേഷൻ അസോസിയേഷൻ കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. വാട്ട് ആർ ദ ടു ടേംസ്? We know it is a signifier and the signified. So linguistic sign എന്ന് പറയുന്നത് it is the product of the signifier and the signified. So with this, Saussure explains his concept of signs, and he brought out the idea that language is a structural system of signs. അപ്പം അദ്ദേഹത്തിന് ഈ ഒരു വേ ഓഫ് തിങ്കിങ്ങിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു കാര്യം കൊണ്ടുവന്നത്, that the language is a system of or a structural system of signs എന്ന് പറയുന്നത്. Okay, I hope ഇത്ര നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. Now we can move on to the concept, the signifier, the sign, signifier and the signified. So according to Saussure, sign and a product ആണ് signifier and signified എന്ന് പറഞ്ഞത്. That is, sign consists of signifier and signified. Simply sign equals to signifier plus signified. What is this signifier and signified and this sign? And it is very simple concept. നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കോൺസെപ്റ്റ് ഒന്നുമല്ല. സൈൻ എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് പറയാം എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെ എനിത്തിങ് ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ സംതിങ്, ഒരു എന്തിനെങ്കിലും വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ സൈൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് എന്താണ്? സിഗ്നിഫയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ട്, നമുക്കൊരു കാര്യത്തിലുണ്ടാകുന്ന സൗണ്ടോ പിക്ചറോ വേർഡോ അതിനെയൊക്കെയാണ് നമ്മൾ സിഗ്നിഫയർ എന്ന് വിളിക്കുന്നതും. നമുക്ക് ആ ഒരു വേർഡ് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു പിക്ചർ കാണുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു വേർഡ് നമ്മൾ ആരെങ്കിലും നമ്മളൊരു പറയുമ്പോഴോ നമ്മുടെ മനസ്സിലൊരു മെൻറ്റൽ കോൺസെപ്റ്റ് ഉണ്ടാവും റിഗാർഡിങ് ദ വേർഡ് ഓർ റിഗാർഡിങ് ദ സൗണ്ട് ഓർ റിഗാർഡിങ് ദ പിക്ചർ ദാറ്റ് വി ഹാവ് സീൻ. അതിനെയാണ് നമ്മൾ സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്, സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ദിസ് ഇസ് നോട്ട് സംതിങ് വെരി ബിഗ്, നോട്ട് എ ബിഗ് ഡീൽ, വി ക്യാൻ ഡിസ്കസ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞ സൈൻ എന്ന് പറയുന്നത് എന്താണ്, മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ സൈൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു റെഡ് കളർ എടുത്തു. പലപ്പോഴും കളർ റെഡ് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഡേഞ്ചറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ റെഡ് ഈസ് എ സൈൻ ഫോർ ഡേഞ്ചർ നമുക്ക് പറയാം. സോ റെഡ് കളർ is represented as a sign or is represented as a danger color, or not it represented as a meaning of danger. So here red is a sign for danger നമുക്ക് പറയാം. And sun and moon, നമ്മളിപ്പോൾ ഒരു പടത്തിൻ്റെ അകത്ത് സൂര്യനെയോ ചന്ദ്രനെയോ വരച്ചു കഴിഞ്ഞാൽ the sun will be representing the, അത് രണ്ടും ടൈമിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. sun ആണെങ്കിൽ it will be representing the day time, whereas the moon ആണെങ്കിൽ it will be representing the night time. നമുക്കൊരു പടം കണ്ടു കഴിഞ്ഞാൽ we can understand that. So the sun and moon is a sign for the day and night എന്ന് നമുക്ക് പറയാം. And anything that can show a different level of meaning is a sign. പല ലെവൽ ഓഫ് മീനിങ് തരുന്ന ഏതൊരു കാര്യത്തെ നമുക്ക് we can call it as a sign. And sign consists of what? The signifier and signified. So according to whom? This Ferdinand is Saussure, sign എന്ന് പറയുന്നത് ലാംഗ്വേജിൻ്റെ ഒരു ബേസിക് യൂണിറ്റ് ആണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ലാംഗ്വേജ് ഇസ് എ സിസ്റ്റം ഓഫ് സയൻസ് എന്നാണ് നമ്മുടെ ഫെർഡിനാൻഡ് ഡി സോഷ്യർ പറയുന്നത്. ഇവിടുത്തെ സിഗ്നിഫയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സൗണ്ട് അല്ലെങ്കിൽ ദ വേർഡ് ഓർ ദി പിക്ചർ. സിഗ്നിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ദാറ്റ് ദ സിഗ്നിഫയർ ഇസ് റെഫറിങ് ടു. സിഗ്നിഫയർ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ദാറ്റ് ദ വേർഡ് ഓർ ദി sound or the picture is referring to. And simply when these both are combined, a sign can be formed എന്നാണ് പറയുന്നത്. ഈ സിഗ്നിഫയറും സിഗ്നിഫൈഡും കൂടെ വരുമ്പോഴാണ് സൈൻ ഫോം ചെയ്യുന്നതെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. Saussure thus says that linguistic sign does not unite a thing and a name. ഒരിക്കലും ഒരു പർട്ടിക്കുലർ ഒരു തിങ്ങിനെ ഒരു പേരിനെ ഒന്നും അല്ല ലിംഗ്വിസ്റ്റിക് സൈൻ എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇറ്റ് യുണൈറ്റ്സ്. അവിടെ എന്താണ്, ഒരു കോൺസെപ്റ്റും ഒരു സൗണ്ട് ഇമേജൂടെ, ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു സൗണ്ടോ ഇമേജൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് സൈൻ ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞത്. നോട്ട് എ നെയിം ഓർ എ തിങ്.
And the latter is not a material sound, a purely physical thing, but the psychological imprints of the sound, that is the impression that it makes on our senses, that is the sound image. So the sound image എന്താണ്, it is sensory. നമുക്കുണ്ടാകുന്ന സൗണ്ട് ഇമേജ് എല്ലാം ഇറ്റ് ഇസ് സെൻസറി ആൻഡ് ഇറ്റ് ഇസ് നോട്ട് മെറ്റീരിയൽ. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ, വെരി സിമ്പിൾ എക്സാമ്പിൾ ലൈക്ക് ആപ്പിൾ. നമ്മളിപ്പോൾ ഇത് സൈൻ അപ്പ് ആപ്പിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ഫ്രൂട്ട്. അപ്പോൾ ആപ്പിളിനെ നമുക്ക് ഈ ഒരു ആപ്പിളിന് കേൾക്കുമ്പം ദാറ്റ് നമുക്ക് ഒരിക്കലും ആപ്പിളിനെ കൈ തരുന്ന ആ ഒരു മെറ്റീരിയൽ അല്ല. വി വിൽ ഹാവ് സം ഇംപ്രഷൻസ് ഇൻ അവർ സെൻസസ്. ഓക്കെ, ദിസ് ഇസ് ആപ്പിൾ എന്നുള്ളൊരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു കാര്യം. ആൻഡ് ദ കോൺസെപ്റ്റ് ദാറ്റ് വി ഗെറ്റ് ഇസ് ദ സിഗ്നിഫൈഡ്. ആ ഒരു വാക്കിനും ഒക്കെ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ സിഗ്നിഫൈഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ആൻഡ് Saussure calls the linguistic science as a two-sided psychological entity എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, നമുക്കറിയാം ഈ two-sided psychological entity എന്ന് പറയുമ്പോൾ ദാറ്റ് ദി ടു എലമെന്റ്സ്, സിഗ്നിഫൈഡും വളരെ ഇൻറ്റിമേറ്റ്ലി യുണൈറ്റഡ് ആയിട്ടുള്ള രണ്ട് എലമെന്റ്സ് ആണ്. ആൻഡ് ഈച്ച് റീകോൾസ് ദി അതർ. രണ്ടും തമ്മിൽ വളരെ അങ്ങോട്ടും ഇങ്ങനെ കണക്റ്റഡ് ആണ്, ആ ഒരു യുണൈറ്റഡ് ആണ്. അവിടെയാണ് ഈ ഒരു സിഗ്നിഫൈഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് അക്കോർഡിംഗ് ടു Saussure, a more common way to define linguistic sign is that a sign is the combination of a signifier and a signified. നമ്മൾ ഓൾറെഡി പറഞ്ഞു തരുന്നതാണ് that sign equals signifier plus signified. Signifier is the sound or the image or the word, and signified is the concept that the signifier is trying to refer. And Saussure points out two salient characteristics of linguistic sign. Linguistic signന്റെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതിന് Saussure ഇവിടെ പറയാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് the principle 1 is the arbitrary nature of sign and the principle 2 is the linear nature of the signifier. So എന്താണ് arbitrary nature of sign എന്ന് പറയുന്നത്? നമുക്കറിയാം ലാംഗ്വേജ് ഇസ് ആർബിട്രറി എന്ന് നമ്മൾ പറയും. നമ്മൾ ലാംഗ്വേജിൻ്റെ ഫീച്ചർ പറയുമ്പോൾ ലാംഗ്വേജ് എന്താണ് പോസസ് ആർബിട്രറിനെസ് എന്ന് പറയും. അതായത് പറയുന്ന വാക്കിനോ ആ പറയുന്ന ഇമേജും തമ്മിൽ ഒരു റിലേഷനും ഉണ്ടാകത്തില്ല. ദാറ്റ് ദർ ഇസ് നോ നാച്ചുറൽ കൈൻഡ് ഓഫ് റിലേഷൻ ഓർ കണക്ഷൻ ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ദി മീനിങ് ദാറ്റ് ഇസ് ബീൻ കൺവേഡ്. അതായത് വളരെ സിമ്പിളാണ്. അതായത് നമ്മളിവിടെ ഇപ്പം പറഞ്ഞാൽ പോലെ സിഗ്നിഫൈഡും തമ്മിൽ ആർബിട്രറി ആണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ഇപ്പം റെഡിനെ നമ്മളൊരു സൈനായിട്ട് പറയുന്നു ആൻഡ് ഇറ്റ് സിഗ്നിഫൈസ് ഡേഞ്ചർ. അവിടെ ഈ ഒരു ഡേഞ്ചർ റെഡും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ബന്ധവുമില്ല. ബട്ട് സ്റ്റിൽ വി ആർ ബീങ് കൺവേഡ് ദാറ്റ് വേ ബിക്കോസ് ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് വേ. അതാണ് പ്രത്യേകത. അതിന് ഒരു കൈൻഡ് ഓഫ് നാച്ചുറൽ കണക്ഷനും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം. ആൻഡ് അപ്പോൾ ഈ സിഗ്നിഫയർ അല്ലെങ്കിൽ സിഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ റിലേഷൻ ഇല്ലാത്തൊരു കാര്യമെന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്, സൈനിൻ്റെ ഒരു ആർബിട്രറിനെസ് അല്ലെങ്കിൽ ആർബിട്രറി നേച്ചർ ആണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ്, അതായത് നമുക്കിപ്പോൾ പറയാം, നമ്മളൊരു പ്ലാന്റിൻ്റെ ഇലയെ നമ്മൾ ലീഫ് എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ ഇലയെന്ന് വിളിക്കുന്നു. എങ്ങനെ? ആരെങ്കിലും പറഞ്ഞോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അതായത് പ്ലാന്റിൻ്റെ ഇന്ന ഭാഗമാണ് ലീഫ് എന്ന് പറയുന്നത്. ആരും ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ കേട്ട് വരുന്നതും നമ്മൾ പഠിച്ചതും നമ്മളെ പഠിപ്പിച്ചതും ഒക്കെയാണ് പ്ലാന്റിൻ്റെ ഈ ഭാഗം ലീഫാണ് എന്നുള്ളത്. അവിടെ ഒരു കൈൻഡ് ഓഫ് കണക്ഷനും ഈ വാക്കും ഈ ഒരു ഇലയുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ലീഫ് എന്ന് പറയുന്നതും ഈ പറയുന്ന എന്താണ് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു എലമെൻറ്റ്, അതായത് ഒരു കൈൻഡ് ഓഫ് റിലേഷനും ഇല്ല, ആ ഒരു വേർഡുമായിട്ട് ഒരു റിലേഷനും ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി. പക്ഷേ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക്കൽ കൺവെൻഷൻ. നമ്മൾ വർഷങ്ങളായി കേട്ടു വരുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവരും അത് തന്നെ വിളിക്കുന്നു. അപ്പോൾ സിംപ്ലി നമ്മൾ അത് ഫോളോ ചെയ്യും. ദാറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്. ഓൾറെഡി അത് അങ്ങനെയാണെന്നുള്ളത് പ്രൂവ് ചെയ്യപ്പെടുക എന്നല്ല, അവിടെ എസ്റ്റാബ്ലിഷ് ആയിക്കഴിഞ്ഞു. നമുക്കിനി ഒരു കൈൻഡ് ഓഫ് ചേഞ്ച്, ഇപ്പം നമ്മളൊരു മാറ്റം വരണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ലീഫിനെ മറ്റൊരു പേര് വിളിച്ചാൽ ചിലപ്പം മറ്റൊരാൾക്ക് മനസ്സിലാവണം എന്നില്ല. ബിക്കോസ് that part is already established as a leaf. But first, because it is arbitrary, does it mean that we can simply change the word? Arbitrary ആണ്, ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞു, ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഓൾറെഡി എല്ലാവരും ഇപ്പോൾ ആ ഓരോ കാര്യത്തിനെയും ആ ഒരു കോമൺ നെയിം വെച്ചായിരിക്കും അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അത് മാറ്റി പറഞ്ഞെന്ന് വെച്ച് മറ്റൊരാൾക്ക് മനസ്സിലാവണമെന്നില്ല. അയാളെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു കോമൺ ദാറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ടേം വെച്ച് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു മീനിങ് അയാളിലും കൺവേ ചെയ്യാൻ പറ്റുള്ളൂ, even if it is arbitrary. So however, there is no natural intrinsic or logical relation between a sound image and a concept എന്നാണ് പറഞ്ഞത്. സിഗ്നിഫയറും തമ്മിൽ ഒരു കൈൻഡ് ഓഫ് നാച്ചുറൽ റിലേഷനും ഉണ്ടായിട്ടില്ല, അല്ല മീൻസ് ഇല്ല. ഇതിനൊരു എക്സാമ്പിൾ ആണ്, ഒരു വാക്കിന് തന്നെ നമുക്കറിയാം ഒരു സിംഗിൾ വേർഡിന് തന്നെ പല ലാംഗ്വേജിൽ പല വാക്കുകളായിരിക്കും.
അത് തന്നെ വളരെ എക്സാമ്പിളായിട്ട് നമുക്കൊരു ആർബിട്രറിനെസ്സിന് ശരിക്കും അങ്ങനെ ഒരു സാധനം ഒന്നേ ഉള്ളെങ്കിൽ എല്ലാ ഭാഷകളിലും അത് ആ വാക്കിൽ തന്നെ അറിയണം അല്ലേ. ദ ഡോഗ്, ദ വേർഡ് ഡോഗ് ഇൻ ഇംഗ്ലീഷ് നമ്മൾ ഹിന്ദിയിൽ വരുമ്പം കുത്ത, മലയാളത്തിൽ വരുമ്പോൾ പട്ടി, അല്ലെങ്കിൽ പെറോ ഇൻ സ്പാനിഷ്, പിന്നെ അങ്ങനെ ജർമ്മനിലൊന്ന് ചീസ് ഇൻ ഫ്രഞ്ച്. അപ്പം ഓരോ ഭാഷയിലും എന്ത് ചെയ്യാണ് ഇതിൻ്റെ വാക്കിൻ്റെ അർത്ഥം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അവിടെ തന്നെ ഒരു ആർബിട്രറിനെസ് ആണ് അവിടെ കാണിക്കുന്നതെന്നാണ് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു സോഷ്യൂർ, പ്രിൻസിപ്പൽ 1, അതായത് ഈ പറഞ്ഞ ആർബിട്രറി നേച്ചർ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈസ് ആപ്ലിക്കബിൾ ടു പാൻറ്റോമൈം, സൈൻ ലാംഗ്വേജ് ആൻഡ് ജെസ്റ്റേഴ്സ് ആസ് വെൽ. പാൻറ്റോമൈം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റോറി നമ്മൾ മൈം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആക്ഷൻസിലൂടെയാണ് പറയുന്നത്. അപ്പം പാൻറ്റോമൈം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റോറി നമ്മുടെ ബോഡി കൊണ്ടോ നമ്മുടെ ഫേഷ്യൽ മൂവ്മെൻറ്റ്സ് കൊണ്ടോ ആ സ്റ്റോറി ലൈനോ ഒക്കെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. ഈവൻ സ്പെഷ്യലി ഇൻ ഡാൻസ് അല്ലെങ്കിൽ ഡ്രാമ ഇങ്ങനെയൊക്കെക്കകത്ത് നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ജെസ്റ്റേഴ്സും അതിനൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇതിനാണ് പാൻറ്റോമൈം എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രിൻസിപ്പിൾ ലാംഗ്വേജിൻ്റെ ആർബിട്രറിനെസ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പാൻറ്റോമൈം അല്ലെങ്കിൽ സൈൻ ലാംഗ്വേജ്. നമ്മുടെ ജെസ്റ്റേഴ്സ്, നമ്മൾ കാണിക്കുന്ന ജെസ്റ്റേഴ്സ് നമ്മൾ ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്, ഇറ്റ് ഇസ് ദർ ഇസ് നോ റിലേഷൻ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു പ്രിൻസിപ്പൽ 1 എന്ന് പറഞ്ഞാൽ നേച്ചർ ഓഫ് ദ ആർബിട്രറി നേച്ചർ ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ആയിരുന്നത് ഇറ്റ് ഇസ് ആപ്ലിക്കബിൾ ഇൻ ദീസ് ഏരിയാസ്, പാൻറ്റോമൈം, സൈൻ ലാംഗ്വേജ് ആൻഡ് ജെസ്റ്റർ ആസ് വെൽ. നമുക്ക് ഹി കോട്ട്സ് ദ എക്സാമ്പിൾ ദാറ്റ് എ ചൈനീസ് ഗ്രീറ്റ്, ഒരു ചൈനീസ് മാൻ അയാളുടെ എംപററിനെ ഗ്രീറ്റ് ചെയ്യുന്നത് 9 വട്ടം 9 ടൈംസ് ആ ഒരു എന്താണ് ബൗ ചെയ്തിട്ടാണ്. അതായത് മറ്റേ നമ്മൾ പറയത്തില്ലേ വണങ്ങുന്നത്, ഗ്രൗണ്ടിലേക്ക് ബൗ ചെയ്തിട്ടാണ് അദ്ദേഹം അല്ലെങ്കിൽ ഒരു ചൈനീസ് മാൻ അവരുടെ എംപററിനെ ഗ്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് 9 ടൈംസ്. അതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പൊളൈറ്റ് ഫോർമുല. അതൊരിക്കലും എന്താണ് ഒരു വേറെ നാച്ചുറലി ഒന്നും ഉണ്ടായതൊന്നുമല്ല. ബട്ട് ഇറ്റ് ഈസ് എന്താണ് പറയുന്നത്, ഇറ്റ് ഈസ് ഫിക്സ്ഡ് ബൈ റൂൾ. ശരിക്കും അത് റൂൾ എന്നുള്ള രീതിയിൽ ഫിക്സ് ചെയ്യപ്പെടുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് ദിസ് റൂൾ അവിടെ എന്താണ് എല്ലാ ചൈനീസ് കമ്മ്യൂണിറ്റിയും എഗ്രി ചെയ്തിട്ട് അവരവരുടെ എംപററിനെ റെസ്പെക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ബിക്കംസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദാറ്റ് നേച്ചർ ഓൾസോ. സോ ഇറ്റ് ഈസ് നോട്ട് ദ ഇൻട്രൻസിക് വാല്യൂ ഓഫ് ദ ജെസ്റ്റർ ദാറ്റ് ഒബ്ലിഗ്സ് വൺ ടു യൂസ് ദാറ്റ്. ഒരിക്കലും അതിൻ്റെ ഒരു ഇൻട്രൻസിക് വാല്യൂ അല്ല, മറിച്ച് ദാറ്റ് റൂൾ വിൽ ബി പ്രാക്ടിക്കലി യൂസ്ഡ് ബൈ ദ പീപ്പിൾ ആൻഡ് ദാസ് ഇറ്റ് വിൽ ബിക്കം എസ്റ്റാബ്ലിഷ്ഡ്. പിന്നെ സിംബൽ. സോ അക്കോർഡിംഗ് ടു സോഷ്യൂർ, people usually use the word symbol to mean the signifier. Symbol എന്ന് പറഞ്ഞ ആളുകൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ടു മീൻ ദ സിഗ്നിഫയർ. സിഗ്നിഫയർ എന്ന് പറഞ്ഞാൽ സൗണ്ടിനെയും ഇമേജിനെയൊക്കെ കൺവേ ചെയ്യാൻ വേണ്ടി ആളുകൾ സിമ്പിൾ എന്ന് പറയുമ്പോൾ അതിനാണ് ആളുകൾ മീൻ ചെയ്യുന്നത്. ബട്ട് സോഷ്യൂർ വേസ് അഗെയിൻ ഇസ് ദ യൂസ് ഓഫ് ദി ടേം. അക്കോർഡിംഗ് ടു ഹിം സിമ്പിൾ ഈസ് നോട്ട് ഓൺലി ആർബിട്രറി. അപ്പോൾ അദ്ദേഹം പറയുന്നത് സിമ്പിൾ എന്ന് പറയുന്നത് ആർബിട്രറി മാത്രമല്ല എന്ന് പറയാണ്. കാരണം സിമ്പിൾ ഓഫ് ജസ്റ്റിസ് കനോട്ട് ബി റീപ്ലേസ് ബൈ ജസ്റ്റ് എനി അതർ സിമ്പിൾ സച്ച് ആസ്. നമുക്ക് ഒരു കാര്യത്തിന് സിമ്പിൾ നമുക്ക് മറ്റൊന്നിനെ വെച്ച് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. സോ ഹൗവർ ദ ആർബിട്രറി ഷുഡ് നോട്ട് ഇംപ്ലൈ ദ ചോയ്സ് ഓഫ് ദ സിഗ്നിഫയർ ലെഫ്റ്റ് എൻറ്റയർലി ടു ദ സ്പീക്കർ. അപ്പം എന്ത് വേണമെങ്കിലും കാണിച്ച് നമുക്ക് ആ ഒരു ചോയ്സ് ഓഫ് സിഗ്നിഫയർ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും ഒരു സ്പീക്കറിൻ്റെ കയ്യിലേക്ക് അത് മുഴുവനായിട്ട് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. So it is because an individual does not have the power to change a sign in any way once it become established. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ കാര്യങ്ങളെ നമുക്ക് ഇനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും we can't change that. We doesn't have the choice of the signifier in order to convey a particular image in our way. നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയത് തന്നെ we can only convey that meaning through that particular image or through that particular signifier. So there we doesn't have any choice എന്നുള്ളതാണ്. It is a reality that is existing in that particular concept. Now നമുക്ക് നോക്കാം, what are the two objections നമ്മൾ language as an arbitrariness of language അതിനെ പറയുമ്പം എന്താണ് എതിരെയുള്ള 2 objections നമുക്ക് നോക്കാം. അവിടെ പറയുന്ന 2 കാര്യങ്ങളാണ് ഓണോമാറ്റിക്, അതായത് ഒന്നും തന്നെ വിത്ത് ഓണോമാറ്റോപിക് വേർഡ്സ് ആൻഡ് വിത്ത് ഇന്റർജങ്ഷൻസ്. ഓണോമാറ്റോപ്പിയ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇറ്റ് ഇസ് എ ഫോർമേഷൻ ഓഫ് വേർഡ്. അത് സൗണ്ടിനെ അസോസിയേറ്റ് ചെയ്തുണ്ടാക്കുന്ന വേർഡ് ഫോർമേഷൻ ഓണോമാറ്റോപ്പിയ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കുക്കു, ദ സൗണ്ട് കുക്കു, അവിടെ ആ വേർഡ് കുക്കു എന്ന് പറയുന്ന വേർഡ് ഫോർമേഷൻ. ദ മ്യാവ് അല്ലെങ്കിൽ ബൂം, ആ ഒരു കൈൻഡ് ഓഫ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ആ ഒരു സൗണ്ടിൽ നിന്നാണ് ആ ഒരു വേർഡ് എന്ത് ചെയ്യുക, ഫോം ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള സ്റ്റേറ്റിൽ വരുമ്പോൾ എന്താണ് ലാംഗ്വേജ് ആർബിട്രറി എന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് ഒരു കൈൻഡ് ഓഫ് ഒബ്ജെക്ഷൻ. Then we have an interjection which is a word or expression that expresses spontaneous feeling or reaction. ഒരു സ്പോണ്ടേനിയസ് ഫീലിംഗ് അല്ലെ ഒരു റിയാക്ഷനെ പറയുന്നതിനാണ് നമ്മൾ ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത്.
അതിൻ്റെ ഇപ്പം അതിനെ നമുക്കൊരു കൈൻഡ് ഓഫ് എന്താണ് വാട്ട് യു ക്യാൻ സേ ഒരു ആർബിട്രറി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാണ് അവിടെയും വരുന്ന ഒരു കൈൻഡ് ഓഫ് ഒബ്ജെക്ഷൻ. ദാറ്റ് മീൻസ് ഇപ്പം നമ്മൾ പറയുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഇൻ്റർജെക്ഷൻസ് ആയിരിക്കും ഓ എ അല്ലെങ്കിൽ ഓ ഊട്സ്, ദാറ്റ് ആർ ബേസിക് ഇൻ്റർജെക്ഷൻസ്. അപ്പോൾ അവിടെ എന്താണ് that it is closely related to onomatopoeia. Interjunctions were also attached to the same ground. അവിടെ എന്താണ് പറയുന്നത് that these words prove that the choice of words എന്ന് പറഞ്ഞാൽ എപ്പോഴും ആർബിട്രറി അല്ല എന്നുള്ളതിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് ആണ് ഈ രണ്ട് കാര്യം എന്ന് പറയുന്നത്. One is onomatopoeia and the other one is with the interjections. So പക്ഷേ ഇവിടുത്തെ റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ however Saussure declares onomatopoeia and interjection to be arbitrary because they differ in various languages. അതായത് even if it is എന്താണ് വി കോൺ ഓൾവേസ് ചൂസ് വേർഡ്സ്, പക്ഷേ ദ ചോയ്സ് ഓഫ് വേർഡ്സ് എന്ന ആർബിട്രറി അല്ലെങ്കിൽ പോലും ദ റിയാലിറ്റി ഈസ് ദാറ്റ് പല ഭാഷയിൽ ഇറ്റ് വേരീസ്. അപ്പോൾ അവിടെ ഒരു മീനിങ് ഉണ്ടാകുന്നില്ലെന്നാണ് പറയുന്നത്. സോ ദർ ഇസ് ഓൾസോ ഇറ്റ് ഈസ് ആർബിട്രറി എന്നാണ് Saussure പറയുന്നത്. അത് മാത്രമല്ല ഇവരുടെ നമ്പർ ഈസ് ഓൾസോ എന്താണ് മച്ച് സ്മോളർ ദാൻ ദ ജനറൽ. അതായത് ഇങ്ങനത്തെ വാക്കുകൾ എന്നാൽ കമ്പയർ ടു അതർ വേർഡ്സ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഇസ് വെരി ഫ്യൂ. അപ്പോൾ നമുക്ക് ദ മെജോറിറ്റി വിൻസ് ആ ഒരു ഇതുണ്ട്. Because it is they are secondary elements on it. And the quality of these words and it is a result of the phonetic evolution. It has not been the same every time. That is why they differ in various languages. അതായത് എന്താണ് ഈ ഒരു ഫൊണറ്റിക് എവല്യൂഷൻ്റെ റിസൾട്ട് ആയിട്ടാണ് ഈ വാക്കുകളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അത് എല്ലാ സമയങ്ങളിലും എല്ലാ കാലത്തും ഒക്കെ ഇറ്റ് ഇസ് നോട്ട് ദ സെയിം എന്നാണ് പറയുന്നത്. Now we will be dealing with the last area or the last portion, or it is the second principle, that is the linear nature of signifier. അപ്പം നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞുകൊണ്ടിരുന്നത് എന്തൊക്കെയാണ് ലീനിയർ, അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിംഗ്വിസ്റ്റിക് സൈൻ ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആർബിട്രറി നേച്ചർ ഓഫ് ദി ലിംഗ്വിസ്റ്റിക് സൈൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ ലീനിയർ നേച്ചർ ഓഫ് ദി സിഗ്നിഫയർ എന്നാണ് പറയുന്നത്. സോ ഹിയർ ദ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സിഗ്നിഫയർ, അതായത് ബോത്ത് ഇൻ റിട്ടേൺ ആൻഡ് ദ സ്പോക്കൺ ഫോം എന്ന് പറയുന്നത് ഇറ്റ് എക്സിസ്റ്റ് ഇൻ ടൈം. ഇറ്റ് ഈസ് ടൈം ബയസ്ഡ് എന്നാണ് പറയുന്നത്. ആൻഡ് ദ ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ആസ് ലീനിയർ. ലീനിയർ എന്ന് പറയുമ്പോൾ എന്താണ് സ്ട്രെയിറ്റ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ സിഗ്നിഫയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓൺലി ഹാവ് ദ കോൺസെപ്റ്റ് ഓഫ് ടൈം ആൻഡ് ദ സക്സഷൻ ഓഫ് എലമെന്റ്സ് ആർ ഫോളോഡ് ആസ് ഇൻ എ സെന്റൻസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, നമുക്കൊരിക്കലും റീഡ് ആൻഡ് റൈറ്റ് എന്ന് ഒറ്റ വാക്കായിട്ട് പറയാൻ പറ്റില്ല. 2 words at one time. നമുക്ക് ആ ഒരു 2 വാക്കും ഒരു സമയത്ത് നമുക്ക് പറയാൻ സാധിക്കില്ല. വി ഹാവ് ടു സേ ദാറ്റ് റൈറ്റ് ഓർ റീഡ് 1 word up and the next in the linear fashion. അതായത് ഇപ്പം എന്താണ് ഐ ആം റീഡിങ് റൈറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഐ ആം റീഡിങ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയാം. കാരണം അവിടെ എല്ലാം ദർ ഇസ് എ ടൈം ദാറ്റ് ഇസ് കണക്റ്റിംഗ്. ഒരു സമയങ്ങളുടെ ബേസിസിലാണ് പറയുന്നത്. സോ അവിടെ എന്താണ് നമുക്കൊരു ലീനിയർ ഫോമിൽ മാത്രമേ അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വാക്കിന് ശേഷം മറ്റേ വാക്ക് നമുക്ക് ആ ലൈനിൽ തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് മേക്സ് സെൻസ് എന്നാണ് പറയുന്നത്. ആൻഡ് അൺഫോൾഡ്സ് ലീനിയർലി ഈച്ച് സൗണ്ട് ഈസ് ഗിവൺ ദ സെയിം ഇമ്പോർട്ടൻസ്. സൗണ്ടിന് ഇപ്പം റീഡിങ്ങിനാണെങ്കിലും റൈറ്റിങ്ങിനാണെങ്കിലും ഇറ്റ് ഇസ് ഗിവൺ ദ സെയിം ഇമ്പോർട്ടൻസ്, പക്ഷെ ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ഇൻ ദ ടൈം ഗ്യാപ്പ്, ഓർ ഇറ്റ് ഇസ് എക്സിസ്റ്റിംഗ് ഇൻ ദ ടൈം. ആൻഡ് ഇവിടെ ആക്സെൻറ്റ് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ആൻഡ് ദോ പ്രിൻസിപ്പൾ 2 ഈസ് ടു സിമ്പിൾ ആൻഡ് ഒബ്വിയസ്. സിമ്പിൾ ആണെങ്കിൽ പോലും ഇതും നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, ഏതാണ് ദ ആർബിട്രറി നേച്ചർ ഓഫ് ദി ലിംഗ്വിസ്റ്റിക് സൈനുമായിട്ടും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു എന്താണ് ദ ലീനിയർ നേച്ചർ ഓഫ് സിഗ്നിഫയറിനോടുള്ളതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദ ഹോൾ മെക്കാനിസം ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്. ആൻഡ് ദ ലീനിയർ nature of the signifier becomes readily apparent when they are present in writing and the speech line of the graphic mark is substituted for the succession of time. നമുക്കറിയാം this as it is time based. എന്താണ് ഓരോ വാക്കെന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇപ്പം എസ്പെഷ്യലി ഇൻ ദ കേസ് സിഗ്നിഫയറിൻ്റെ കേസിലാണെങ്കിൽ ആ സൗണ്ട് ഇമേജ് എന്നൊക്കെ പറയുന്നത് ഓരോ ടൈമിനാണ്. അപ്പം അത് ഇറ്റ് ഹാവ് ടു ബി അറേഞ്ച് ഇൻ എ ലീനിയർ വേ. അപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു വാക്ക് യൂസ് ചെയ്യണം എന്നുള്ളതാണ് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു മീനിങ് എന്ന് പറയുന്നത്. സോ I think this is all about this particular essay, The Nature of the Linguistics and written by Ferdinand Saussure. ഇതെന്ന് പറയുന്നത് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ബുക്കിലെ, അല്ലെ കോഴ്സ് ദി ലിംഗ്വിസ്റ്റിക് ജനറൽ എന്ന് പറയുന്ന ബുക്കിലെ ഒരു പാർട്ടാണ്. ഇതിനകത്ത് പറയുന്നത് എന്താണ് സൈൻ ഈക്വൽ സിഗ്നിഫയർ പ്ലസ് സിഗ്നിഫൈ. സിഗ്നിഫയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സൗണ്ട്, സിഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കോൺസെപ്റ്റ്. പിന്നെ എന്തൊക്കെയാണ് സിഗ്നിഫയറിനെ സിഗ്നിഫൈഡ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് the arbitrariness of the linguistic sign. Second എന്ന് പറയുന്നത് it is the linear nature of the signifier. And if you need, you can simply understand it while reading the essay. And if you need any notes regarding this, you can send an email in the description box.
And please don't forget to like, share, and subscribe. And if you have any doubts or suggestions, you can send me directly in the mail, or you can just comment down the description box, comment so that I can read it. So see you all in the next episode. Until then, take care.